അപ്പോൾ ഞാനിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സുസുക്കിയുടെ ഒഫീഷ്യൽ ലൈസൻസ്ഡ് ആയിട്ടുള്ള 1:16 സ്കെയിൽ മോഡലിൽ വരുന്ന ഒരു കലക്കൻ കിടിലൻ ഒരു പക്കാ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ജിംനിയുടെ RC കാറാണ്. ഇത് 2 കളർ വേരിയൻസിലാണ് വരുന്നത്, ഒന്ന് ഈ ഗ്രീനും ഒന്ന് വൈറ്റും. ഞാനിത് മേടിച്ചത് മൈക്ലിക് സ്റ്റോറിൽ നിന്നാണ്, നമ്മുടെ കടവന്ത്രയിലുള്ള. അപ്പോൾ നിങ്ങൾക്ക് RC കാർ അങ്ങനെ എന്തെങ്കിലും എടുക്കാനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ പ്ലീസ് വിസിറ്റ് മൈക്ലിക് സ്റ്റോർ. ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് ഇതിൻ്റെ ബോക്സ് വരുന്നത്. ട്രെയിലറും കൊണ്ട് പോകുന്ന ഒരു മോഡലുണ്ട്, പക്ഷേ അത് നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കലുണ്ട്, അതിൻ്റെ കൂടെ വരില്ല. പതുക്കെ മാറ്റി വെച്ചേക്കാം. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന പാക്കിങ്. ഇതാണ് കാറ്. ഹായ്, മറ്റേ പൊട്ടിച്ചെടുക്കുന്ന സാധനം നമുക്ക് പയ്യെ ഇങ്ങനെ എടുക്കാം, സൈഡിലോട്ട് വെക്കാം. ലുക്ക് അറ്റ് ദ കാർ. എന്തൊരു ഒറിജിനാലിറ്റി, റിയലിസ്റ്റിക് ആണെന്ന് നോക്കിയേ. റിമോട്ട് നമുക്ക് തുറക്കാം. ഓക്കെ, ഇതാ തുറന്നിരിക്കുകയാണ്. ഒരു ചാർജിങ് കേബിള്, പിന്നെ ഇതേ കുറച്ച് ടൂൾസും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് റിമോട്ട്. ഇതൊക്കെ നമ്മുടെ സാധാ RC പോലെ തന്നെ, പക്ഷെ ഇത് നോക്കി കുറേ കൺട്രോളും കാര്യങ്ങളൊക്കെ. ദൈവമേ, ഇതൊക്കെ ഇനി പഠിച്ചിട്ടൊക്കെ വേണമല്ലോ. ഇത് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. റിമോട്ടിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളെ പറ്റിയും അതെങ്ങനെയാണ് സെറ്റപ്പ് ആക്കേണ്ടതെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ചെറിയ ഗൈഡാണ് ഈ വന്നേക്കുന്നത്. കുഞ്ഞ് പെട്ടി വന്നിട്ടുണ്ട്, ബാറ്ററി വന്നിട്ടുണ്ട്. നല്ല നൈസ് വീലാണ് കേട്ടോ. ബോണറ്റ് തുറക്കാം, അത് നമ്മളിവിടെ കണക്ട് ചെയ്യാനുണ്ട്. ഓക്കെ, സാധാ RC കാർ പോലെയൊന്നുമല്ല, ഇതിൽ കുറേ പ്രത്യേകതകൾ വന്നിട്ടുണ്ട്. ഇതേ ഡോറൊക്കെ തുറക്കാം, ഫുൾ സെറ്റപ്പ് ആ സാധനം. കിടുക്കൻ സസ്പെൻഷനാണ് ഇതിന് വന്നേക്കുന്നത്. ഈ ബാറ്ററി ഇങ്ങനെ വെച്ചിട്ട് അടച്ചേക്കാം. ഈ വണ്ടി ഒന്ന് ഓണാക്കി നോക്കാം. ഒരു ബട്ടൺ ഉണ്ട്, അടച്ചേക്കുക. ഈ വണ്ടിയുടെ ഉള്ളിലൊക്കെ ലൈറ്റ് കത്തുന്നുണ്ട്, അത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ബാക്ക് ലൈറ്റ്. ഇനി നമുക്ക് നമ്മുടെ റിമോട്ട് എടുക്കാം. കുറേ അധികം കൺട്രോളും ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് വരുന്നത് 4 AAA ബാറ്ററി ഇടണം. ബാറ്ററി ഇട്ടു, ലോഡ്. യെസ്, വണ്ടി ഓണായി. ഇതിൽ തന്നെ നമുക്ക് സൗണ്ടും കാര്യങ്ങളൊക്കെ കുറക്കാൻ ഇതിനൊക്കെ പറ്റും. സൗണ്ട് ഓഫായി. ഇതിൻ്റെ കണ്ട സ്മോക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. ഒന്നും പറയാനില്ല, വേറെ ലെവൽ സാധനം. ഈ വണ്ടി ഞാൻ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ള അഭിപ്രായം എന്തായാലും ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.